ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോർട്ട് പി സി. അപ്പോൾ ഞാനിന്നിവിടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് പറയുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ആ രീതി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഫോളോ ചെയ്യാം. ഇഷ്ടംപോലെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഡി പ്ലാനുകൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതുന്ന ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് പഠിച്ച് നന്നായി പഠിക്കാനും പറ്റും. കുറേ വാരിയിട്ട് നമ്മൾ എല്ലാം കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് പഠിക്കാനും തോന്നാത്തത്, പഠിച്ചത് മറന്നും പോകും. മറ്റേ നല്ലതുപോലെ ഈ മെത്തേഡാകുമ്പോൾ എനിക്ക് തോന്നുന്നു പഠിക്കാനും പറ്റും, നല്ലപോലെ റിവിഷൻ ചെയ്യാനും പറ്റും. കാരണം നമുക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയൊക്കെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രിലിംസ് പഠിക്കാൻ തന്നെ 180 ദിവസം 6 മന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചാൽ തന്നെ ഒരു 80+ മാർക്ക് വാങ്ങാൻ പറ്റും. ആ പഠിത്തം നന്നായിട്ടുള്ള ആ പഠിത്തം നമ്മുടെ എന്ത് ചെയ്യും, മെയിൻസിൽ നമുക്ക് നല്ലൊരു റാങ്കിലെത്തിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ അതിൽ എന്ത് വേണം, ഒരു സിലബസ് വേണം. ഇത് ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടിയിട്ട് സ്പാർക്കിൽ പോയപ്പോൾ ഉണ്ടായിരുന്നതാണ്. എനിക്ക് കിട്ടിയതാണ് ഒരു ബുക്ക്ലെറ്റ് പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് എൻ്റെ സിലബസ് നോക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ എല്ലാവരുടെ കയ്യിലും ഒരു സിലബസ് വേണം. നമുക്ക് ആദ്യം മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണമെന്ന് ആദ്യം മനസ്സിലാക്കണം. പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ ജി കെ ആണെന്നറിയാം, 40 മാർക്കാണ്. ആനുകാലിക വിഷയം കറണ്ട് അഫെയർ 20, സയൻസ് പൊതുജനാരോഗ്യം കൂടെയാണ്. അപ്പോൾ സയൻസിന് 10, പൊതുജനാരോഗ്യം 10, മാത്സിന് 20 മാർക്ക്. സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നുണ്ട് 10 മാർക്കിന്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെന്നും ഡെയിലി പഠിക്കേണ്ടത് ഇതിൽ ആനുകാലികം 20 മാർക്കിനുള്ള മാത്സും പഠിക്കണം 20. ചിലപ്പോൾ മാത്സൊക്കെ ഈസി ആയിട്ടുള്ളവർ കാണും, അപ്പോൾ അവർക്ക് വേറെ കുറച്ചുകൂടെ എന്തെങ്കിലും പാടായിട്ടുള്ളതൊക്കെ പഠിക്കാം. അവരവർക്കെല്ലാം അറിയാവും എന്താണ് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്നും ഹാർഡ് ഏതാണെന്നും. അപ്പോൾ അതനുസരിച്ച് ആദ്യമേ പഠിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹാർഡായിട്ടുള്ള ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കാൻ പാടില്ല, ഈസി ആയിട്ടുള്ളത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാനിലോട്ട് പോകാം. 180 ദിവസം കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് ഇനി 180 ദിവസം. അപ്പോൾ അതിന് ആദ്യം ഞാൻ 60 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 60 എന്ന് പറയുമ്പോൾ സ്റ്റഡി റിവിഷൻ, പഠിക്കുന്നത് റിവിഷൻ ചെയ്ത് പോകും. ഈ ആദ്യത്തെ 60 ദിവസത്തെ പഠിത്തം എന്ന് പറയുന്നത് നമ്മൾ ഒരാഴ്ച അതായത് വീക്ക്ലി സ്റ്റഡിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത 60 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ആദ്യത്തെ 60 ദിവസം പഠിക്കുമ്പോൾ നമുക്ക് പാടായിട്ടുള്ളത്, അല്ലെങ്കിൽ ടേബിൾ വൈസ് ഇങ്ങനെ ചോദിക്കുന്നത്, SCRT ഒക്കെ പഠിക്കുമ്പോൾ ഉള്ളത് അല്ലാതെയൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കണം. അതാണ് എളുപ്പം, കാരണം നമുക്ക് റിവിഷൻ ചെയ്യാൻ എളുപ്പം അതാണ്. അപ്പോൾ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ റാങ്ക് ഫെയിലൊക്കെ ഓരോ ടോപ്പിക്കിൻ്റെ ഇതും തിരിച്ച് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെത് നമുക്ക് ഹാർഡായിട്ടുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാർക്ക് ചെയ്തിട്ടിരിക്കണം. അതൊക്കെ റിവൈസ് ചെയ്യണം. അടുത്ത 60 ഡേയ്സിൽ റിവിഷനും ചെയ്യണം. ദെൻ അത് ഓരോ സബ്ജക്റ്റിൻ്റെ PYQs നമ്മൾ പഠിക്കണം. അതായത് PYQസിനകത്ത് മാരത്തോൺ ക്ലാസ്സുകളായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. PYQ സെക്ഷനൊക്കെ യൂട്യൂബുകളിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് അത് നോക്കി പഠിക്കണം. അടുത്ത 60 ഡേയ്സ് എന്ന് പറയുമ്പോൾ പിന്നെ റിവിഷനും ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ ആരംഭിക്കണം. ആദ്യമേ കയറി മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയില്ലെന്ന് തോന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവസാന 60 ദിവസം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോഴും തന്നെ നമ്മൾ ഫുൾ ഇതിലെല്ലാം റിവിഷനാണ് പോകുന്നത്. റിവിഷൻ പഠിച്ചാൽ മാത്രം പോരാ, റിവിഷനും കൂടെ വേണം. അപ്പോൾ ആ റിവിഷൻ എല്ലായിടത്തും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 60 ദിവസം എങ്ങനെയാണെന്ന് പറയാം. മറ്റുള്ളതെല്ലാം റിവിഷനും PYക്കും മോക്ക് ടെസ്റ്റും ഒക്കെ വരുന്നതായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ആവും. ഫസ്റ്റത്തേതാണ് നമ്മൾ ബേസ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 60 ഡേയ്സിലെന്ന് പറയുമ്പോൾ വീക്ക്ലി സ്റ്റഡി പ്ലാനാണ്. വീക്ക്ലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാനിൽ നമ്മൾ എപ്പോഴും ഡെയിലി സ്റ്റഡീസും കൊണ്ടുപോകുന്നുണ്ട്. ഡെയിലി സ്റ്റഡീസ് ഞാൻ പറഞ്ഞായിരുന്നു, കറണ്ട് അഫെയറും മാത്സും ഡെയിലി കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കറണ്ട് അഫെയറിനും മാത്സിനും എത്ര മാർക്കുണ്ട്, 20, 40 മാർക്കാണ്. അപ്പോൾ അത് നമുക്ക് ഡെയിലി പഠിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്കതൊരു ആ മാർക്ക് നല്ലപോലെ കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ടത്, നമുക്കറിയാം സബ്ജക്റ്റ് നമുക്ക് നമ്മുടെ ഇതിൽ ഇപ്പം സയൻസ്, GK, മാത്സ്, കറണ്ട് അഫെയർ എന്നിങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എത്ര സബ്ജക്റ്റ് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും പഠിക്കാറുണ്ട്: കറണ്ട് അഫെയർ, മാത്സ്, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ കലാസാഹിത്യം എന്ന് പറഞ്ഞൊരു 5 മാർക്ക്. പിന്നെ ഇതിലൊന്നും പറയാതെ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പലയിടത്തായിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി കിടപ്പുണ്ട്, പഞ്ചവത്സര പദ്ധതി അല്ലാതെ പിന്നെ SCRT എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് എക്കണോമിക്സ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് അവസാനം ഒന്ന് SCRT ഒക്കെ നോക്കണതും പിന്നെ ബേസ് കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതർ SCRT ചാപ്റ്റർ നോക്കണം. അതെന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിന് റാങ്ക് മേക്കിംഗ് ആയിട്ട് നമ്മൾ നോക്കാതിട്ടിരിക്കുന്ന SCRT എന്നാണ് എടുത്തിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് പ്രിലിംസിനാണ് കണ്ടിട്ടുള്ളത്. മെയിൻസിന് അങ്ങനെയാണ്. അപ്പോൾ മെയിൻസ് എന്ന് പറയുമ്പോൾ സിലബസ് വൈസ് ആണ് ചോദിക്കുന്നത്. പ്രിലിംസിനാണ് അതർ SCRT ചാപ്റ്റേഴ്സ്, അതായത് ഇപ്പം വേൾഡ് ജോഗ്രഫി, വേൾഡ് ഹിസ്റ്ററി,
പിന്നെ ഈ മധ്യ കാലഘട്ടം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ദെൻ അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇങ്ങനെ മാർക്കും കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മാർക്ക് ഉള്ളത് ആദ്യം പഠിച്ച് നമ്മൾ മാർക്ക് കൂടുതലുള്ളത് നമ്മൾ പഠിച്ച് കവർ ചെയ്യാനും കൂടെ, പിന്നെ അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ളത് ആദ്യം പഠിച്ച് തീർക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ളതുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നോക്കണം. അപ്പോൾ ആദ്യത്തെ വീക്കിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. ഒരു എക്സാമ്പിളാണ്. ആദ്യത്തെ ആഴ്ച 2 ആഴ്ച വെച്ചിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച മൊത്തം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം. അതിൻ്റെ കൂടെ കറണ്ട് അഫെയറും മാത്സും കൊണ്ടുപോകണം. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓൾഡ് SCERT പഠിക്കണം, ദെൻ ന്യൂ SCERT പഠിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് രണ്ട് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരുവിധം കവർ ചെയ്യണം. ഇങ്ങനെ ബേസ് ചെയ്ത് ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കാറുള്ളൂ. പിന്നെ സിലബസ് കവറേജ്, സിലബസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കണം. അതിൽ റാങ്ക് ഫയൽ വേണം. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് കവർ ചെയ്ത് പോകണം. ഇപ്പം പിന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാരത്തോൺ ക്ലാസ്സുകളോ അങ്ങനെ ഇപ്പം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 2025 ചോദിച്ച ഇന്ത്യൻ ഹിസ്റ്ററി മൊത്തം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം എവിടെ നിന്നൊക്കെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വ്യക്തികളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, രാജാ റാംമോഹൻ റോയ് അങ്ങനെയൊക്കെ ഉള്ളത് ചോദിക്കുമ്പോൾ അതിനെയൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അതാണ് അതിലൂടെ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഓൾഡ് SCERT ന്യൂ SCERT സിലബസ് കവർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തീരെയാണ്. അപ്പോൾ ആ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു ചെറിയ ബുക്ക് എന്തെങ്കിലും എടുത്ത് വെച്ച് എന്ത് ചെയ്യണം, പാഠമായിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ആ പഠിക്കുന്ന ബുക്കിൽ തന്നെ വട്ടമിട്ട് പഠിക്കണം. കാരണം നമുക്ക് അടുത്ത റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെയും ഒന്നേന്നെടുത്ത് വെച്ച് ഇതാവേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്നെ പിന്നെയും മടുപ്പ് തോന്നും. അപ്പോൾ അങ്ങനെ ഈ ഒരാഴ്ച പറയുന്നതിൽ ആദ്യത്തെ 6 ദിവസം നമ്മളിങ്ങനെ പഠിക്കണം. 7ാമത്തെ ദിവസം എന്ത് ചെയ്യണം, റിവിഷൻ നടത്തണം. ഓക്കെ, റിവിഷൻ നടത്തണം. അപ്പോഴേ അപ്പോൾ ഒരു റിവിഷൻ കിട്ടണം നമുക്ക്. ദെൻ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ മന്ത്ലിയും പഠിക്കണം, ഡെയിലി. മന്ത്ലി എന്ന് പറയുമ്പോൾ ഇപ്പം 2025 കംപ്ലീറ്റ് ആയപ്പോൾ ആ 2025 ജനുവരി തൊട്ട് ഡിസംബറുള്ള മന്ത്ലി കറണ്ട് അഫെയർസ് ഓരോ മാസത്തെ നോക്കണം. ദെൻ ഡെയിലി കറണ്ട് അഫെയർസും അപ്ഡേറ്റ് ചെയ്ത് പോകണം. മാത്സിലാണെങ്കിൽ നമ്മൾ SCERT, ഇപ്പോൾ SCERT ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാത്സിൽ SCERT ചാപ്റ്റേഴ്സ് 5 മുതൽ 10 വരെയുള്ള നോക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് സിലബസ് വൈസ് മാത്സ് പഠിക്കണം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും പഠിക്കണം. എന്നാൽ മാത്രമേ മാത്സ് നമുക്ക് ഇത്രയും മതി, ഇങ്ങനെ പഠിച്ചാൽ മതി, നമുക്ക് ഏതൊരു അറിഞ്ഞുള്ളത് കുട്ടിക്കും പഠിക്കാൻ പറ്റും. മാത്സിനൊക്കെയാണ് നമ്മൾ ജെറിൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ ട്രിട്ടേണിലുണ്ടല്ലോ, സാർ ഇപ്പോൾ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കി പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇത് ഇത്രയും ആകുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഇവിടെ മാർക്ക് പറഞ്ഞാൽ 10 മാർക്ക്. അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് പറയാനുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിനൊരു 5 മാർക്കുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, നേരിട്ട പ്രധാനമാണ്, അങ്ങനെ 5. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 10 മാർക്കിനാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ച് തീർക്കുമ്പോൾ നമുക്ക് 10 മാർക്കിനുള്ളത് ഏകദേശം നല്ലതുപോലെ പഠിച്ച് തീർക്കുകയാണ്. പിന്നെ കറണ്ട് അഫെയർസിൻ്റെത് മാത്സ് നമ്മൾ എന്നും പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ആ 20 മാർക്കിനുള്ളത് നമ്മൾ മൊത്തം 40 മാർക്കിനുള്ളതും സേഫ് ആയിക്കൊണ്ട്. അടുത്ത 2ാമത്തെ ആഴ്ച എടുക്കുമ്പോൾ നമ്മൾ ബയോളജി എടുക്കണം. ബയോളജി എന്ന് പറയുമ്പോഴത്തേക്കും ബയോളജിയും ഇതുപോലെ ഓൾഡ് SCERT ന്യൂ SCERT നോക്കി സിലബസ് കവർ ചെയ്യണം. ബയോളജി പഠിക്കുമ്പോഴത്തേക്കും പൊതുജനാരോഗ്യമുണ്ട്, ബയോളജി അല്ലാതെ ഉണ്ട്. അപ്പോൾ അതിൽ ബയോളജി നോക്കുമ്പോൾ അതിൽ സിമ്പിളായിട്ടുള്ള ഓരോ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അത് പഠിച്ച് തീർന്നിട്ട് മനുഷ്യ ശരീരം അങ്ങനെയൊക്കെയുള്ളത് പഠിക്കാൻ പോകും. ഇല്ലെങ്കിൽ നമുക്ക് അതും ടഫായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ എല്ലാം എളുപ്പമാക്കി പഠിച്ച് തീർക്കാൻ പറ്റും, അത് രീതിയിൽ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് CA മാത്സ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച പഠിക്കും പോലെ തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പം നമ്മളിവിടെ നോക്കി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 10 മാർക്കുള്ള നമ്മൾ കവർ ചെയ്തു. ബയോളജി 15 മാർക്കാണ്. ഓക്കെ, അങ്ങനെ അത് കവർ ചെയ്യും. പിന്നെ CA മാത്സും കവർ ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ നമ്മളൊരു എത്രയായി, 40, 50, 60, 40, 50, 60, 65 മാർക്കിനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ ബുദ്ധിപരമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. കുറേ ഹാർഡ് വർക്കെന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ബുദ്ധിപരമായിട്ടുള്ളൊരു മെത്തേഡ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ദെൻ നമ്മൾ അടുത്ത ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് കേരള ജോഗ്രഫിയാണ്. അടുത്ത 3ാമത്തെ ആഴ്ച നോക്കുമ്പോൾ കേരള ജോഗ്രഫിക്കാണ്. അതിനുണ്ടോ 10 മാർക്കുണ്ട് കേരള ജോഗ്രഫി. പക്ഷെ 10 മാർക്കുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കേരള ഹിസ്റ്ററി, ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കാൻ അത് 5 മാർക്കേ ഉള്ളൂ, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റായിട്ട് തീർന്നെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറയുന്നത്, കേരള ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഇത്തിരി കൂടുതൽ നമുക്ക് ഇത് 5 മാർക്കേ ഉള്ളൂ. പക്ഷേ SCERT ഓൾഡ് SCERTയും കാട്ടി ഓൾഡ് SCERTയിൽ പഠിക്കാറുണ്ട്, പക്ഷേ അതിനെക്കാട്ടി ന്യൂ SCERTയിൽ കുറേ അപ്ഡേഷനുണ്ട്. ഇപ്പോൾ ചുരങ്ങളെക്കുറിച്ച് ചോദിച്ചാലും എല്ലാം പുതിയ അപ്ഡേഷനാണ് ഇന്ത്യൻ ജോഗ്രഫി. അപ്പോൾ അതുകൊണ്ട് ന്യൂ SCERT നല്ലപോലെ പഠിക്കാറുണ്ട്. അതുകൊണ്ട് നല്ലപോലെ നമുക്കിത് പഠിക്കണം. എന്നാലും ഈ 5 മാർക്ക് ഇതിൽ നിന്നാണ് കൂടുതലും SCERT ബേസ് ചെയ്താണ് ഇന്ത്യൻ ജോഗ്രഫിയും ചോദിക്കുന്നത്.
ഓക്കെ, അപ്പം അങ്ങനെ ഈ 60 ഡേയ്സ്, അതായത് 60 ഡേയ്സ് എന്ന് പറയുമ്പോൾ 2 മാസം കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് എല്ലാ സബ്ജക്റ്റുകളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് പോകാൻ പറ്റും. ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് അവസാനം കലാസാഹിത്യം പഠിക്കും. സംഭവം എനിക്കും ഇഷ്ടമില്ലാത്തൊരു പോർഷനാണ് ഈ കലാസാഹിത്യം. പക്ഷേ നമുക്ക് ഇത് ചോദിക്കുന്ന കറണ്ട് അഫെയർ ബേസ് ചെയ്ത് ചോദിക്കും കലാസാഹിത്യം. അല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ ഇതിനെ ആദ്യമേ എടുത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളതും പഠിക്കാതെ ആയിപ്പോകും. ഓക്കെ, ഞാൻ എക്കണോമിക്സ് ബേസ് ലെവൽ നോക്കണം, പിന്നെ അതർ എസ് സി അടിച്ചാൽ പറ്റും. ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇത് നോക്കണം. ഇങ്ങനെ പഠിച്ച് ഇത് എത്രയാകുമ്പോഴത്തേക്കും 60 ദിവസമാകും. ഓക്കെ, അപ്പോൾ 60 ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അടുത്ത 60 ദിവസം ഇതിന് വെച്ചിട്ട് റിവിഷൻ, ദെൻ PYQs, ഓരോ സബ്ജക്റ്റിനെ PYQs നോക്കണം. ഇതുപോലെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് പറയുന്നത്, ഇങ്ങനെയും പഠിച്ചാൽ എളുപ്പമാവും, സ്ട്രെസ് ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് 3 സബ്ജക്റ്റ് ഒരു ദിവസം വരുന്നുള്ളൂ, ഇന്ത്യൻ ഹിസ്റ്ററി, കറണ്ട് അഫെയർസ്, മാത്സ്. അപ്പം തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത്ര ഒരുപാട് മണിക്കൂർ, വെറും 5 മണിക്കൂറിനകത്ത് തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ് ഈ സ്റ്റഡി ടൈം ടേബിൾ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു ജോബ് വർക്ക് ചെയ്യുന്നവർക്കും വർക്ക് ചെയ്തിട്ട് പഠിക്കുന്നവർക്കും ബിഗിനേഴ്സിനും എല്ലാവർക്കും പഠിച്ച് സമാധാനത്തോടെ പോകാം. നമുക്ക് ഒരുപാട് ഇനി പഠിക്കാണ്ട് ഒരുപാട് അങ്ങനെ ഇല്ല. നമുക്ക് ഇത്രയും ദിവസം കിടക്കണം അല്ലേ, 180 ദിവസം 60, പക്ഷേ ഇത്രയും കിടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആ ഓരോ ദിവസം എഫക്റ്റീവായിട്ട് നല്ലപോലെ പഠിച്ചും പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇത്രയും ദിവസം ഒന്ന് പോകുന്നതേ അറിയില്ല. എക്സാം ഇതാണെന്ന് പറഞ്ഞ് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഞായറാഴ്ച എന്ത് ചെയ്യണം, റിവിഷനും നടത്തണം. ഓക്കെ, ഈ സ്റ്റഡി ടൈം ടേബിൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്റ്റഡി പ്ലാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലേതെങ്കിലും ഞാൻ പറഞ്ഞത് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.